ഒളിപ്പിക്കുകയാണ് നമ്മളെ. എല്ലാവരും ഉറങ്ങല്ലേ, ഇത് ആരും അറിയുന്നില്ല എന്നതാ പ്രത്യേകത. നിങ്ങൾ സുബഹിസ്കാരത്തിന് പോയ ആരെങ്കിലും സുബഹിസ്കാരത്തിന് വരുന്ന ആളാ, അത് 4 ആൾ അറിഞ്ഞെന്ന് വരും. ആ വരുന്നവരറിയുമല്ലോ. ളുഹറിന് പോയാലും അറിയും, സുബഹി അസറിന് പോയാലും അറിയും, മഗ്രിബിന് ഇശാക്ക് പോയ ജുമഅക്ക് പോയാലും മനുഷ്യന്മാര് കാണുന്നുണ്ട്. പക്ഷെ ആരും കാണാതെ അവനവന്റെ വീട്ടില്. ചിലർ പറയും രാത്രി നിസ്കരിക്കുമ്പോൾ വലിയ വെളിച്ചല്ല ബൾബ് നിട്ടേക്കരുത് റൂമില്. ബാക്കിയുള്ളൊരു നാട്ടുകാർ കണ്ട ആള് നീച്ചിട്ടുണ്ട് കേട്ടോ എന്ന് അറിയുമല്ലോ. അത് അറിയിക്കണ്ട, അതാരും അറിയണ്ട, നിങ്ങളും പടച്ചോനും മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ ഈ പബ്ലിസിറ്റി ചെയ്യാൻ ഒരുപാട് ഉഷാറാ. നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ പബ്ലിസിറ്റി? നമ്മൾ അള്ളാഹുവിന് വേണ്ടി കുറച്ച് ഒളിപ്പിച്ചു വെക്കുക, നമ്മളും റബ്ബും മാത്രം അറിഞ്ഞാൽ മതി. ആ ഒരു ബന്ധം അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് അതിന്റെ മധുരം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. നമുക്ക് ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറ്റും, എല്ലാവർക്കും പറ്റും. പണ്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾ മരണത്തെ ഓർത്തുകൂടാന്നൊക്കെ പറയാം ഉസ്താദന്മാർ വേദ പറയുമ്പോൾ. കിതാബിൽ അങ്ങനെ തന്നെ കാണും. ഇന്ന് പഠിക്കുന്ന കുട്ടികൾ നല്ലോ മരണത്തെ ഓർക്കണം എന്നപ്പോ പറയേണ്ടത്. കാരണം അവരാണ് ഇപ്പൊ പഴച്ചു പോകുന്നത്. നല്ല ഓർക്കണം, അള്ളാഹുലേക്ക് മടങ്ങുക. മരിച്ചു പോകേണ്ട ലോകമാണ്. ആത്മാക്കളുടെ ലോകത്ത് തുടങ്ങിയ യാത്രയിലെ ചെറിയൊരു ഭാഗത്താണ് നിൽക്കുന്നത്. ഇനി ഖബറിലുള്ള ജീവിതം ദീർഘമാണ്, മഹ്ശറ ദീർഘമാണ്, അതിന്റെ ഇടക്കുള്ള 40 ദീർഘമാണ്, പിന്നെ ആലമുൽ ആഖിറ അനശ്വരമാണ്. ഇവിടെ കുറച്ചു നേരത്തൊരു വെയിറ്റിംഗിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ക്ലിയർ ചെയ്യണം. അതിന് മനസ്സ് അള്ളാഹുലേക്ക് കൊടുക്കും. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മളൊരു നിയ്യത്ത് ചെയ്യുക ഈ സദസ്സിൽ വെച്ചിട്ട്. എന്തേ? നേരത്തെ കിടന്നുറങ്ങണം കേട്ടോ. 2 മണിക്ക് പോയി കിടന്നുറങ്ങിയിട്ട് നിങ്ങൾക്ക് സുബൈ പോലും കിട്ടൂല, ഉറപ്പാ. ഏർലി ടു ബെഡ് ഏർലി ടു റൈസ്. നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക. അള്ളാഹു നമുക്ക് ആയുസ് ആരോഗ്യം തരുന്ന കാലത്തോളം നമ്മൾ ഇൻഷാ അള്ളാഹ് ചൊല്ലിയിട്ട് 2 റക്അത്തെങ്കിലും ഞാൻ തഹജ്ജുദ് നിസ്കരിക്കും. പിന്നെ സുബഹിനെ പറ്റി വർത്താനല്ലല്ലോ, സുബഹിക്ക് അള്ളാഹുവിന്റെ പ്രശ്നം വരുന്നില്ല. തഹജ്ജുദിനെ പറ്റി നമ്മൾ പറയുന്നത് 2 റക്അത്ത്. നമ്മുടെ ഈ കാവമ്പടിക്കാർ മുഴുവനും ഈ പരിസര പ്രദേശത്ത് ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ നമ്മളൊക്കെയും മരിക്കണവരെ ഞാനത് ചെയ്യും. നമുക്ക് തെറ്റെന്ന് വിട്ടു നിൽക്കണ്ടേ? നമ്മുടെ തെറ്റല്ലാഹു പുറത്തു തരണ്ടേ? നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോരോ ചിന്തകൾ വരികയാണ്. ചെറുപ്പക്കാരൊക്കെ നന്നായി ജീവിക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരെ ചില പെൺകുട്ടികളെ വഴിപ്പിക്കുന്നത്, അച്ചടക്കത്തിൽ ഇസ്ലാമിന്റെ വേഷം വിട്ട് നടക്കുന്ന പെൺകുട്ടികളെ ചില ചെറുക്കന്മാരെ വന്ന് വഴിപ്പിക്കുന്നത്. ഇതിന്നൊക്കെ രക്ഷ വേണ്ടേ? അള്ളാഹിന്റെ അടുത്ത് രക്ഷപ്പെടണ്ടേ? തിന്മയിൽ നിന്ന് രക്ഷപ്പെടണം. ശരീരത്തിൽ മാരക രോഗം വരാതിരിക്കാൻ എന്തൊക്കെ പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സ്വാലിഹീങ്ങളുടെ മാർഗമാണത്. പിന്നെ ഖുർബത്തുൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയാണ്. പിന്നെ പറഞ്ഞത് എന്താണ്? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടും തിന്മയിലേക്ക് പോകാതിരിക്കാൻ. തിന്മകൾ അല്ലാഹു പുറത്തു തരും. ശരീരത്തിന് അല്ലാഹു രോഗം വരാതെ കാത്തു സൂക്ഷിക്കും. 2 റക്അത്തെങ്കിലും മിനിമം. അള്ളാഹു അനുവദിച്ചാൽ, അള്ളാഹു തൗഫീക്ക് തരാണെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കുക. ചിലപ്പോൾ ഉറങ്ങിപ്പോയി എന്ന് വരും, അതിനെ സംബന്ധിച്ചല്ല പറഞ്ഞത്. പക്ഷെ നമ്മൾ പരമാവധി പരിശ്രമിക്കും. അത് ചെയ്യുന്ന ആളുകൾ നിലനിർത്തി കൊണ്ടുപോകാൻ നീയത്ത്. ഇതൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, സദസ്സിലുണ്ടാവും. അവരുടെ മുഖത്ത് വെളിച്ചം കാണും, ദുആ ഉണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, രാത്രിയുടെ ഇരുട്ടിൽ നിസ്കരിച്ചാൽ അത് പകലിന്റെ വെളിച്ചത്തിൽ മുഖത്തിന് ദുആ ആണ്, പ്രകാശമാണ്. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഇനി ഞാൻ പരിശ്രമിക്കുമെന്ന് എല്ലാവരും ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞാട്ടെ. ഉറക്കെ ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് നമ്മൾ ചെയ്യാണ്. ഇതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആരും 10 രൂപ തരണം എന്നല്ല ഇപ്പോൾ ഇൻഷാ അല്ലാഹ്ന്റെ അർത്ഥം. നിങ്ങൾ ആരും സംഭാവന തരണം എന്നല്ല ഇപ്പോൾ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരോട് പറയും ചെയ്യരുത്. നിങ്ങളും അള്ളാഹും മാത്രം അറിഞ്ഞാൽ മതി. ഒരാളെയും ഞാൻ ഇന്നലെ നിസ്കരിച്ചിട്ടോ തഹജ്ജുദ് എന്ന് പറയാൻ നിൽക്കല്ലേ. അതൊന്നും പറയാൻ പാടില്ല. ചില സ്വകാര്യത വേണം, ആരോടും മിണ്ടരുത്. ഇത് നിങ്ങളും പടച്ചോനും മാത്രം അറിഞ്ഞാൽ മതി.